ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ അമ്പലത്തിൽ പോവാണ്. നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ പൊങ്കാലയിടാൻ വേണ്ടിയിട്ട്. സോ ഒഫീഷ്യലി ദ മാരേജ് സെറമണീസ് ഹാവ് ബിഗൺ. അപ്പം ജോയിൻ വിത്ത് മീ ഇൻ ദിസ് വീഡിയോ. ഐ ഷോ യു ഓൾ ദാറ്റ് വി ഡു ടുഡേ. സോ അമ്പലത്തിൽ പോയിട്ടാണ് നമ്മൾ പൊങ്കാലയിടുന്നത്. It is so damn hot, my god, I'm not able to control this. So welcome to yet another episode of P16 Tales. മുനീശ്വര സ്വാമിയാണ് നമ്മുടെ കുലദൈവം. അപ്പോൾ മുനീശ്വര സ്വാമി അമ്പലത്തിൽ തന്നെയാണ് നമ്മൾ പോയി പൊങ്കാല ഇട്ടത്. അവിടെ ഓൾറെഡി പൊങ്കാലയൊക്കെ ഇടാനുള്ള സെറ്റപ്പ് റെഡിയാണ്. നമ്മൾ വിറക് മാത്രം കൊണ്ടുപോയാൽ മതി. അപ്പം അവിടെ സ്പെഷ്യാലിറ്റി ആ ദൈവത്തിന് സൺഡേ ആണ്. സോ എല്ലാ ആൾക്കാരും ഓഫറിങ്സ് നടത്തുന്നത് സൺഡേ തന്നെയാണ്. അപ്പം ഓഫറിങ്സ് വിൽ ഡിഫർ ഓൺ വാട്ട് എവർ ദേ ഹാവ് ടോൾഡ് ദാറ്റ് ദേ വിൽ ഡു. അപ്പം ചിലർ ആട് വെട്ടും, ചിലർ കോഴി വെട്ടും, ചിലർ പൊങ്കാലയിടും, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളാണ്. പിന്നെ ഓരോ റിച്വലിനും ഓരോ ഓഫറിംഗ് ആണ് നമ്മൾ നേരേണ്ടത്, അത് വേറെ കാര്യം. അപ്പോൾ എന്തായാലും നമ്മുടെ പൊങ്കാല നല്ല തിളച്ച് ഈസ്റ്റ് ഫേസിങ്ങിലോട്ടാണ് വീണത്. അപ്പം ഇറ്റ് ഈസ് എ വെരി ഗുഡ് സൈൻ ആൻഡ് എ പോസിറ്റീവ് സൈൻ. എന്തൊരു നല്ല കാര്യം തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ കുലദൈവത്തിൻ്റെ അടുത്ത് പോയി പൂജ ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ തുടങ്ങുക. ബിക്കോസ് നമുക്കൊരു വിശ്വാസം, നമുക്കെന്നല്ല എല്ലാവർക്കും ഒരു വിശ്വാസമാണ് അവരവരെ കുലദൈവം അവരെ കാത്ത് രക്ഷിക്കും. അതാണ് അതിൻ്റെ ഒരു അജണ്ട. അപ്പോൾ ദാറ്റ് വാസ് ദി ഔട്ട്ഫിറ്റ് ഫോർ ടുഡേ. ഐ ലുക്ക് എക്സ്ട്രീംലി ലൈക്ക് എ തെലുഗു ഗേൾ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ റെഡി ആവണം. അപ്പം എൻ്റെ ഡാഡിയുടെ മൂത്ത ചേച്ചിയും പിന്നെ അനിയത്തിയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ആ കല്ലിനൊക്കെ പൂജ ചെയ്ത് പൊട്ടൊക്കെ വെച്ച് കുങ്കുമവും മഞ്ഞളും ചന്ദനവും ഭസ്മവും ഒക്കെ വെച്ച് നമ്മൾ ആ കല്ലിന് പൂജ ചെയ്യും. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയ പായസമല്ല, ശർക്കര പൊങ്കൽ, പിന്നെ കേർഡ് റൈസ്, പിന്നെ പൊരി, ഇതൊക്കെയാണ് നമ്മൾ ദൈവത്തിന് വയ്ക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇതെല്ലാം അവിടെ വെച്ച് തേങ്ങ ഉടച്ച് നാരങ്ങയൊക്കെ ദൃഷ്ടിയെടുത്തിട്ടാണ് നമ്മൾ പൂജകൾ ചെയ്യണം. അപ്പം ഇതൊക്കെ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആസ് ഐ ടോൾഡ് ബിഫോർ, നമ്മളുടെ ഒരു വിശ്വാസം. അതുമാത്രമല്ല, ആ ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പം നമ്മൾ അതിനനുസരിച്ചാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുക. സോ നമ്മൾ വെളിയിൽ പോയാലും ഒരു ലോങ് ജേർണി പോയാലും എന്ത് ചെയ്താലും വി വിൽ സ്റ്റാർട്ട് ആർ ബ്ലെസ്സിങ്സ് ഫ്രം ദിസ് ടെമ്പിൾ. അപ്പം കല്യാണം എന്ന് പറയുമ്പം വലിയൊരു കാര്യമാണ്. സോ വി നീഡ് ടു ഹാവ് ലോട്ട് ഓഫ് ബ്ലെസ്സിങ്സ് ദൈവത്തിൻ്റെ അടുത്തുനിന്നും പിന്നെ നമ്മളുടെ ഫാമിലി റിലേറ്റീവ്സ് അങ്ങനത്തെ എല്ലാവരുടെ കയ്യിൽ നിന്നും ഒത്തിരി ബ്ലെസ്സിങ്സ് ഉണ്ടെങ്കിൽ മാത്രമേ കല്യാണം സ്മൂത്തായിട്ട് നടക്കത്തുള്ളൂ. സോ നല്ല മനസ്സോടെ രാവിലെ എണീറ്റ് നമ്മൾ പോയി എല്ലാം പ്രാർത്ഥിച്ചിട്ട് നല്ല സുഖമായിട്ട് ഒരു തടസ്സങ്ങളും ഇല്ലാതെ നല്ല ഭംഗിയായിട്ട് തന്നെ പൂജ നടന്നു. എക്സ്ട്രീംലി ഹാപ്പി ഫോർ ദാറ്റ്. എന്നിട്ട് അവിടെ നമ്മൾ പൂജയൊക്കെ ചെയ്ത്, അവിടെ ഇനി ദേവീക്ഷേത്രമുണ്ട് അതിൻ്റെ അടുത്ത് തന്നെ. അപ്പോൾ അവിടെയും പോയി അവിടെയും പൂജയൊക്കെ ചെയ്ത് പ്രാർത്ഥിച്ചിട്ട് വന്നു. അപ്പം അവിടെ നാളെ മുതൽ ആ അമ്പലത്തിൽ ഉത്സവമാണ്. അപ്പം ഇനി ഒരു 4-5 ഡേയ്സിന് അമ്പലം ഫുൾ ബിസി ആയിരിക്കും. അതാണ് കുറേ പേര് ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ 7 o'clock പോയതുകൊണ്ട് നമ്മൾ 10 o'clock ഒക്കെ ആയപ്പോഴത്തേന് തിരിച്ച് വന്നു. നമ്മൾ ഇറങ്ങിയ സമയം ആയപ്പോഴത്തേന് ഇഷ്ടംപോലെ ആൾക്കാർ അവിടെ വന്നായിരുന്നു. ബിക്കോസ് ഇന്ന് ഈ ഒരു സൺഡേ കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് സൺഡേ പറ്റില്ല, ഈ ഉത്സവമൊക്കെ കാരണം പറ്റില്ല. സോ അതുകൊണ്ട് മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ കെയിം ടുഡേ. പിള്ളേർക്ക് മുട്ടയടിക്കാനും ആടിനെ വെട്ടാനും കോഴീനെ വെട്ടാനും ഒക്കെ ആയിട്ട് ഇന്ന് കുറേ ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ ഉണ്ടാക്കിയ പായസമൊക്കെ കഴിച്ചു, ശർക്കര പൊങ്കലൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഞാനും ഡാഡിയും കിത്തിനും വണ്ടിയിൽ വന്ന്, എൻ്റെ അപ്പച്ചിമാർ 2 പേരും മമ്മിയും കൂടെ ഓട്ടോയിൽ വന്ന്. ഡാഡി ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങാൻ പോയി, എല്ലാം കഴിഞ്ഞു. ഡാഡി ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങാൻ പോയി. നമ്മൾ അവിടെ ഇറങ്ങി, പാതി വഴിയിൽ ഇറങ്ങിയിട്ട് വീട്ടിലോട്ട് നടന്നു പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. I hope you all have enjoyed it. Until I see you in the next vlog, it is a bye. And please do subscribe to my channel. And also officially the P16 celebrations and the wedding things have started. ഇനി അങ്ങോട്ട് uploading പുതിയ videos. Stay tuned and bye.